ഹലോ, ഇന്നൊരു സൺഡേ സ്പെഷ്യലായിരുന്നേ. മൈ വേർഷൻ പോർക്ക് മപ്പാസ് നമുക്ക് ഉണ്ടാക്കിയാലോ. ഒരു കുക്കർ എടുത്ത് വയ്ക്കുക, നമ്മുടെ സാധനത്തിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് 2 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ കൈ കിട്ടുന്ന മസാലപ്പൊടികൾ, ലേശം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മട്ടൻ മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ 1, 2, 3 വിസിൽ നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞത്തേനും നമുക്കൊരു നല്ല അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തത്. അങ്ങനെ എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിൽ ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, എൻ്റെ അപ്പുറം സാധനങ്ങളൊക്കെ ഓൺ ദ വേ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് സവാള, പച്ചമുളക് ഇട്ട് നന്നായി വതക്കി കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു മെറൂൺ കളറാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി വഴറ്റി കഴിയുമ്പോൾ നേരത്തെ ഇട്ട മസാലപ്പൊടികളില്ലേ അതൊന്നും കൂടെ തട്ടി കൊടുക്കാം. അതിലെല്ലാം നമ്മൾ ലേശം ചേർത്തിട്ടുള്ള ഇതിൽ കുറച്ചെല്ലാം പാകത്തിന് ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മട്ടൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം ഇട്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, അതിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് കൂടെ വഴറ്റാം. അപ്പോൾ അതിലിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്കില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ഒന്നുകൂടെ അതിൽ പിടിക്കാനായിട്ടാണ് അങ്ങനെ 15 മിനിറ്റ് അത് വെന്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. പിന്നെ അതിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. ആ സമയത്ത് ഒരു കറണ്ട് പോയപ്പോൾ അതിൻ്റെ നാച്ചുറൽ കളർ കാണാൻ പറ്റും. പിന്നെ അന്ന് വൈകിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. അങ്ങനെ അതും രാത്രി കഴിച്ച് സൺഡേ അടിപൊളിയാക്കിയ വിശേഷത്തിൽ ബൈ.